സ്ത്രീജനങ്ങൾ ഇങ്ങനെ തുറന്നു പറയുന്നു, എന്നെ ഇന്നാൾ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. സ്ത്രീ നോ എന്ന് പറയുന്നിടത്ത് അവസാനിക്കണമല്ലേ ഈ വിഷയങ്ങൾ? കഥ പറയാൻ വിളിക്കുന്ന ആൾ കഥ ആയിരിക്കില്ല പറയുന്ന, ശരീരത്തിന്റെ കഥയായിരിക്കും പറയുന്നത്. നൂറ്റാണ്ടിലേറെയായിട്ട് മലയാള സിനിമയിൽ സഞ്ചരിച്ചിട്ട് ഇന്നാണോ തുറന്നു പറയാൻ അവസരം കിട്ടുന്നത്? പല സ്ത്രീകളെ വിളിച്ചിട്ടും സ്ത്രീകൾ എന്നോട് പറയുന്നത് മാധ്യമങ്ങളെ കാണരുത്, പിന്നെ പുതിയ പടം ഇറങ്ങാൻ പോകുന്നു, പിന്നെ നിങ്ങൾക്ക് ഫാമിലി ഉണ്ട്, അവർക്ക് ഫാമിലി. പ്രൊഡക്ഷൻ മാനേജേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്, അമ്മയുണ്ട് മോളും ഉണ്ട് അപ്പുറത്ത്, അങ്ങനത്തെ ഒരു ഇതില്ല. അപ്പോൾ അമ്മയ്ക്ക് പ്രശ്നമില്ല, അമ്മ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയുന്നുണ്ടെന്ന്, അങ്ങനെയുള്ളവരും ഉണ്ടെന്ന് പറയും. പെണ്ണുങ്ങൾ കുറച്ചൊന്ന് ഒതുങ്ങി കഴിഞ്ഞാൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങളില്ല. സോണിയ മൽഹാർ ഒരു വിവാദ നായിക എന്നുള്ള നിലയിൽ ഇന്ന് പ്രശസ്തിയാണ്. എന്തായാലും കൺഗ്രാജുലേഷൻസ്. കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറയാൻ സ്ത്രീജനങ്ങൾ മലയാള സിനിമയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. എന്തായാലും നമ്മൾ മലയാള സിനിമയിലെ സ്ത്രീ രത്നങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇപ്പോൾ ഉടൻ തന്നെ ശാന്തിഗിരിയുടെ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ദിവസം മലനാട്ടിൽ വയ്ക്കുന്നുണ്ട്, മദർ ഓഫ് ഇന്ത്യൻ സിനിമ ഫിലിം അവാർഡ്. അപ്പോൾ എന്തായാലും നമ്മൾ നോമിനേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു സോണിയ മൽഹാറിനെ. സോണിയ, എനിക്ക് തോന്നുന്നു വർഷങ്ങളായില്ലേ മലയാള സിനിമയിലേക്ക് വന്നിട്ട്? അതെ, 2009 മുതലുണ്ട് ഞാൻ. 2009 മുതലുണ്ട്. ഒരു പതിറ്റാണ്ടിലേറെയായിട്ട് മലയാള സിനിമയിൽ സഞ്ചരിച്ചിട്ട് ഇന്നാണോ തുറന്നു പറയാൻ അവസരം കിട്ടിയത്? അത് പല കാരണങ്ങളും കൊണ്ട് അതിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പലതും കണ്ടു. നമ്മളിപ്പം നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അപ്പം തന്നെ റിയാക്ട് ചെയ്യാറുണ്ട്. പിന്നീട് പല കുട്ടികൾക്ക് വേണ്ടിയിട്ട് പലതും കണ്ട് കേട്ട് മടുത്തൊരു സന്ദർഭമാണ്. അപ്പോൾ ഇതൊന്നും നിൽക്കുന്നില്ല. നമ്മൾ വിചാരിക്കും ഇത് ഒന്നിൽ മാത്രമാണ്, അടുത്തടുത്തും അങ്ങനെയല്ല. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മളുടെ മനസ്സ് തകരുന്ന ഒരു സമയമുണ്ടല്ലോ. പിന്നെ പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ പ്രതികരിക്കണമെന്ന് തോന്നിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ജസ്റ്റിസ് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ആരൊക്കെയോ വീണ്ടും സർക്കാർ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ കമ്മിറ്റി ഭയപ്പെടുന്നു, ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് ഇനി പ്രതികരിച്ചില്ലെങ്കിൽ ഞാനൊരു പെണ്ണായിട്ട് ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നി. തീർച്ചയായിട്ടും. ഇപ്പം ഏത് കോടതിയിലാണ്? പെരുമ്പാവൂരോ മൂവാറ്റുപുഴ? ഞാൻ ഈ സംഭവം നടക്കുന്നത് കൂത്താട്ടുകുളം സ്റ്റേഷൻ പരിധിക്കാണ്. അപ്പോൾ ഇടുക്കിയിലായിരുന്നു നമ്മുടെ ഇത് വരുന്നത്, കോടതി വരുന്നത്. അത് നമ്മളുടെ ഒരു സൗകര്യാർത്ഥം റിക്വസ്റ്റ് ചെയ്തിട്ട് എറണാകുളത്ത് കോലഞ്ചേരി മജിസ്ട്രേറ്റിന് മുമ്പിലാണ് ഇപ്പോൾ 164 കൊടുത്തിരിക്കുന്നത്. ആ മൊഴി ഞാൻ എന്താണോ പബ്ലിക്കിനോട് പറഞ്ഞത് അതിൽ പിന്നെ ഒന്നും കൂട്ടാനും കുറയ്ക്കാനും ഇല്ല. നമ്മൾ നടന്ന കാര്യം പബ്ലിക്കിനോട് പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. നമ്മുടെ ഈ പറയുന്ന പ്രഖ്യാപിച്ച നടൻ നമ്മളെ ബന്ധപ്പെടുകയോ അങ്ങനെ നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ? നേരിട്ടില്ല. അദ്ദേഹം വിട്ടതാണോ നമുക്കറിയില്ല. മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ പല സ്ത്രീകളെ വിളിച്ചിട്ടും സ്ത്രീകൾ എന്നോട് പറയുന്നത് മാധ്യമങ്ങളെ കാണരുത്, പിന്നെ പുതിയ പടം ഇറങ്ങാൻ പോകുന്നു, പിന്നെ നിങ്ങൾക്ക് ഫാമിലി ഉണ്ട്, അവർക്ക് ഫാമിലി ഉണ്ട്, അങ്ങനത്തെ കുറേ സ്നേഹത്തിലുള്ള ഉപദേശം. ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ, പിന്നെ പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം എന്നുള്ള രീതിയിലാണ്. പലപ്പോഴും ഇതിപ്പം ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ സോണിയ മൽഹാറിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. സ്ത്രീകളടക്കം പറയുന്നത് അവൾ പൈസയ്ക്ക് വേണ്ടി പറയുന്നതാണ് എന്നുള്ളതാണ്. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഞാനിപ്പോഴ് 10,000 രൂപയുടെ വാടക വീട്ടിൽ നിന്ന് പൈസ ഇല്ലാതെ, സിനിമ ഇല്ലാത്തതുകൊണ്ട് ഒരു 4,000 രൂപയുടെ ഒറ്റമുറി വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും തിരുവനന്തപുരത്ത് കൈമനം വന്ന് അന്വേഷിക്കുക. കാരണം ഇവിടെ ഒരേ സ്ഥലത്ത് തന്നെ 10-12 വർഷമായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേറെ വരുമാന മാർഗ്ഗമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് വേറൊരാളിൽ നിന്ന് കടം ചോദിക്കും, കടം തിരിച്ചു കൊടുക്കും. അത് മനുഷ്യരാണ്. വർക്കില്ലെങ്കിൽ നമുക്ക് അങ്ങനെയാണല്ലോ. എനിക്ക് ആകെ അറിയാവുന്ന അഭിനയം മാത്രമാണ്. അപ്പോൾ ചാരിറ്റി എന്ന് പറയുന്ന പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗമല്ല, അത് ഉണ്ടാക്കുന്നുണ്ട്, ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അത് ട്രസ്റ്റിൻ്റെ പ്രവർത്തനം വേറെ. എൻ്റെ പേഴ്സണൽ ലൈഫിന് വേണ്ടിയിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അതിന് സിനിമ ഇല്ലെങ്കിൽ ഞാൻ പട്ടിണിയാണ്, അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ അർഹതയില്ലാത്ത 1 രൂപ ഇനിയും മരിക്കുന്നവരെ അങ്ങനെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടില്ല, ഇനി അത് മേടിക്കത്തുമില്ല. തീർച്ചയായിട്ടും പണം കിട്ടുന്നത് എനിക്ക് തോന്നുന്നു അഭിനയിച്ച് കിട്ടുന്ന പണത്തിൻ്റെ ഒരു അംശം പൊതിച്ചോറുകളായിട്ടൊക്കെ ഞാൻ കൊണ്ടുകൊടുക്കുന്ന മലനാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും സോണിയ, മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ മലയാള സിനിമയെ സംബന്ധിച്ചിട്ട് സ്ത്രീജനങ്ങൾ ഇങ്ങനെ തുറന്നു പറയുന്നു, എന്നെ ഇന്നാൾ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. സ്ത്രീ നോ എന്ന് പറയുന്നിടത്ത് അവസാനിക്കണമല്ലേ ഈ വിഷയങ്ങൾ? സ്ത്രീ നോ എന്ന് പറയുന്നിടത്ത് അവസാനിക്കേണ്ടതാണ്. പക്ഷേ പലപ്പോഴും സ്ത്രീകളെ ഇപ്പം ഒരു റൂമിലേക്ക് വിളിക്കുന്നു, അവർ കഥ പറയാൻ വിളിക്കുന്നു, റൂം ലോക്ക് ചെയ്തിരിക്കും രാത്രി. അപ്പോൾ അവർ ചിലപ്പോൾ അവർ വന്നിരിക്കുന്ന ഭർത്താവിനോടോ സഹോദരനോടോ അമ്മയോടൊപ്പം ആയിരിക്കും, അവർ മറ്റേ റൂമിൽ വെയിറ്റ് ചെയ്യായിരിക്കും. ഇവിടെ നിന്ന് കരഞ്ഞും കൊണ്ട് വിവസ്ത്രമായിട്ട് ഓടാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ചിലപ്പോൾ മിക്കവാറും കുട്ടികൾക്ക് വരുന്നത്. കഥ പറയാൻ വിളിക്കുന്ന ആൾ കഥ ആയിരിക്കില്ല പറയുന്ന, ശരീരത്തിൻ്റെ കഥയായിരിക്കും പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട്. പിന്നെ ചെറിയ മക്കളുണ്ട്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്നു നമ്മൾ കേൾക്കുന്നല്ലോ. അതൊക്കെ ശരിയാണ്. എല്ലാവരും അങ്ങനെയെന്നല്ല, ഒരു ചെറിയ ശതമാനം ആളുകൾ ഇത്തരം ക്രിമിനൽസും ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് എല്ലാവർക്കും എപ്പോഴും നോ പറഞ്ഞ് അവരുടെ കൈ തള്ളി മാറ്റാനോ, അല്ലെങ്കിൽ ശക്തി കൊണ്ടും അവരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പുരുഷന്മാരെ എപ്പോഴും ഒരു നോ പറഞ്ഞ് ഇപ്പോൾ നമ്മൾ പബ്ലിക്കിൽ നിൽക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും.
നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ എന്നോട് എന്നെ കടന്നു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ തള്ളി. എൻ്റെ ബോഡി ലാംഗ്വേജിൽ അദ്ദേഹത്തിന് മനസ്സിലായി എന്നെ ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായിട്ടാണ് അത് ഒഴിഞ്ഞു പോവുകയും മാപ്പ് പറയുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് പേര് പറയാതെ എനിക്കിങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട് എന്ന് പറയേണ്ടി വന്നത് നടന്നതുകൊണ്ടാണ്. ആ സമയത്ത് അദ്ദേഹത്തിനെതിരെ കേസിന് പോകണമെന്നോ അല്ലെങ്കിൽ ഒന്നും ആലോചിച്ചിട്ടില്ല. പക്ഷേ നടന്ന കാര്യം പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പൊതുജനത്തിന് മുന്നിൽ നമ്മളെ ബലിയാടുക. നമ്മൾ പറഞ്ഞ സത്യസന്ധമായ ഒരു കാര്യത്തിന് തിരിച്ച് ബൂമറാങ് പോലെ നമുക്കെതിരെ വരുന്നു. നമ്മൾ പണം വാങ്ങിയെന്ന് പറയുന്നു. നമുക്കെതിരെ ആ ആയുധം തിരിച്ചു വന്നപ്പോൾ തെറ്റ് ചെയ്തത് ഒരാൾ ക്ഷമിച്ച് വിട്ടെന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് എനിക്കെതിരെ എൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന പോലെ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് തിരിച്ച് ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം ഇങ്ങനെയൊക്കെ നമ്മൾ തെളിവുകൾ നൽകുകയും മുഖ്യധാരയിൽ നിൽക്കുന്ന വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്കെതിരെയാണ് പറയുന്നത്. അപ്പം അതിനുശേഷം സിനിമാ രംഗത്ത് നിന്ന് പിന്നെ നമുക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടുണ്ടോ? എനിക്ക് അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പം എനിക്ക് 2-3 പടങ്ങൾ വന്നു, ഒരെണ്ണം ലീഡ് റോൾ വന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് മുഖ്യധാര സിനിമയിൽ നേരത്തെ ഞാനില്ലല്ലോ. ഒരു 3 സൂപ്പർ താരങ്ങളുടെ പടത്തിലാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. രണ്ടാമതൊരു പടത്തിൽ നിങ്ങളാരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ? ഞാനില്ല. പിന്നെ വിളിക്കുമ്പോൾ തന്നെ കൺട്രോളർമാർ ഇത്തരത്തിലുള്ള സമീപനമാണെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറയും. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ കൺട്രോളർമാരോ പിന്നെ ചില സമയത്ത് ഡയറക്ടേഴ്സ് ആവാം, പ്രൊഡ്യൂസേഴ്സ് ആവാം, ആരാണോ നമ്മൾ വിളിക്കുമ്പോൾ അവർ ഇത്തരത്തിലാണ് പറയുന്നതെങ്കിൽ ഞാൻ അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യും. അപ്പോൾ എനിക്ക് അത്ര സിനിമകളില്ല. എനിക്ക് വലിയ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടേ ഇല്ല. പിന്നെ അഭിനേത്രി എന്നുള്ള നിലയിൽ നിന്ന് മാറ്റി നിന്നാൽ പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് സഞ്ചരിക്കുന്നുണ്ട് അല്ലേ? ശരിക്കും എന്തുകൊണ്ടാണ് ഈ സിനിമാ രംഗത്ത് മാത്രം ഇത്ര അപജയം ഉണ്ടാകുന്നത്? സ്ത്രീജനങ്ങളോട് ഇത്ര അപമര്യാദയായിട്ട് പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നത് സ്റ്റാർഡമുണ്ട്, പണമുണ്ട്, സൗന്ദര്യമുണ്ട്. അവരെല്ലാവരും ആരാധിക്കുന്നു. ലോകം ഒരു അന്ധമായ ആരാധനയാണല്ലോ. ആരാധന വേണം, സിനിമാ ലോകത്തെ ആരാധന വേണം. പക്ഷേ അന്ധമായ ആരാധനയിലേക്ക് പോകുമ്പോൾ അവിടെ അതാണ്. അപ്പോൾ അവർ വിചാരിക്കുന്നത് എല്ലാ മനുഷ്യരും ഇപ്പോൾ 10 പെണ്ണുങ്ങളെടുത്താൽ ഈ 10 പെണ്ണുങ്ങൾക്കും ഒരേ സൂപ്പർ താരത്തോട് ഒരേ ആരാധനയാണെന്ന് അവർ ചിന്തിക്കുന്നതാണ്. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. സൂപ്പർ താരത്തിൻ്റെ സ്റ്റാർഡമും സൗന്ദര്യവും പണമൊന്നും ആഗ്രഹിക്കാത്ത പെണ്ണുങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വിഭാഗം സ്ത്രീകളിലും അപജയങ്ങൾ ഉണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും പെണ്ണുങ്ങളുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തെറ്റെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട്, അവർ റെഡിയായിട്ട് നിൽക്കുമ്പോൾ പിന്നെ മേടിച്ചുകൊണ്ട് പോകുമല്ലോ. കച്ചവടത്തിനായിട്ട് ഇരിക്കുന്ന ടീംസുകൾ വരെ ഉണ്ട്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പെണ്ണുങ്ങൾ കുറച്ചൊന്ന് ഒതുങ്ങി കഴിഞ്ഞാൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങളുണ്ടാവും. കാരണം ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പ്രൊഡക്ഷൻ മാനേജേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്, അമ്മയുണ്ട് മോളും ഉണ്ട് അപ്പുറത്ത്. അങ്ങനത്തെ ഒരു ഇതില്ല. അപ്പോൾ അമ്മയ്ക്ക് പ്രശ്നമില്ല. അമ്മ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയുന്നുണ്ടെന്ന്, അങ്ങനെയുള്ളവരും ഉണ്ടെന്ന് പറയുന്നു. സത്യം അപമാനം കൊണ്ട്, നാണക്കേട് കൊണ്ട് ആത്മഹത്യ തോന്നുന്ന സന്ദർഭങ്ങളാണ്. കാരണം നമ്മുടെ ജയൻ ചേർത്തല നമ്മുടെയൊക്കെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിനെ കുറിച്ചും പറഞ്ഞ് പരാമർശിച്ചിട്ടുണ്ട്, ഒരു വാക്ക് പറഞ്ഞു എന്നുള്ളത്. പക്ഷേ അതിൽ സോണിയ തന്നെ പറഞ്ഞു അദ്ദേഹം എന്നെ ശരീരത്തിൽ തൊട്ടിട്ടില്ല, അദ്ദേഹം ഇങ്ങനെ അതിൻ്റെ ഇപ്പോൾ ബലാത്സംഗം ചെയ്താൽ കണ്ടാൽ കൊള്ളാമോ എന്തോ വേഷം മാറിയിട്ടാണ് അപ്പം പറഞ്ഞത്. അത് എന്താണ് സംഭവിച്ചത്? അപ്പോൾ അദ്ദേഹം ശരിക്കും മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ച സാഹചര്യം ഉണ്ടായി. അതെ, അദ്ദേഹം ഞാനും കൂടെ ഒരു ചാനൽ ചർച്ചയിൽ വന്നതാണ്. അത് പറയേണ്ടി വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ജയൻ ചേട്ടനോട് എനിക്ക് ആരാധനയുള്ളൂ, ബഹുമാനമുണ്ട്, ഇപ്പോഴും സ്നേഹമുള്ളൂ. അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ വേറെ ചാനലായതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ തിരിച്ച് വിളിച്ചപ്പോൾ അദ്ദേഹത്തെ കിട്ടിയതുമില്ല. പക്ഷേ പിറ്റേന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ചെയ്തത് തെറ്റാണ്, ആ കുട്ടി പറഞ്ഞ കറക്റ്റാണ്. അതാണ് വേണ്ടത്, ആണത്തോ. ഞാൻ ആ പോസ്റ്റ് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം നമ്മൾ പറഞ്ഞ വേറൊന്നുമല്ല, നിസ്സാരമായിട്ട് പറയുന്ന, വേർബലി പറയുന്ന ചില വാക്ക് നമ്മളെ നിർത്തി റേപ്പ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനത്തെ വാക്കുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് സിനിമയിലായാലും പൊതുജന മധ്യത്തിലായാലും ഒരു പെണ്ണിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കണം. ഒരു പെണ്ണിനെ കാണുന്ന ഉടനെ അവളുടെ സാരിയോ അല്ലെങ്കിൽ അവളുടെ ഏതെങ്കിലും ഒരു ഭാഗം, ശരീരഭാഗം കണ്ടാലോ ഉടനെയൊക്കെ അങ്ങനെ നെഗറ്റീവായിട്ട് അവളെ അവിടെ നിർത്തിക്കൊണ്ട് അപമാനിച്ച് റേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. വേർബലി റേപ്പ് ചെയ്യപ്പെടുന്നുണ്ട്, അത് വേണ്ടെന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷം മലയാള സിനിമയിൽ കുറേയൊക്കെ മര്യാദകളായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഭയമുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഹോട്ടലുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് പോയി മേടിച്ച് കഴിക്കാം. അപ്പോൾ പക്ഷേ ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് വെജ് കഴിക്കുന്ന ഒരാളെ നോൺ വെജ് കഴിപ്പിക്കുക, അല്ലെങ്കിൽ നോൺ വെജ് വേണ്ട ഒരാൾക്കുള്ള വെജ് കഴിപ്പിക്കുക, പിടിച്ച് നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ. കൺസെൻ്റ് എന്ന് പറയുന്നത് പ്രധാനമാണ്. 18 വയസ്സ് കഴിഞ്ഞ് പക്വത ഉണ്ടോ നോക്കുക. ചെറിയ കുട്ടികളെ തന്നെ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊന്നും ഇനി നടക്കത്തില്ല. അതേപോലെ സിനിമയുടെ പേരിൽ കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ട് ആളുകളെ ഉപദ്രവിക്കുക, പെൺകുട്ടികളെ റൂമിൽ വിളിക്കുക, ഈ പരിപാടിയൊന്നും ഇനി സിനിമ ഇൻഡസ്ട്രിയിൽ നല്ല ഒരിടത്തും നടക്കാൻ പാടില്ല. പുതിയ പുതിയ സംഘടനകളൊക്കെ വരുന്നുണ്ട്. ഏതെങ്കിലും സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്നുണ്ടോ? എനിക്കറിയില്ല. ഞാൻ സത്യത്തിൽ ഇപ്പം നിൽക്കുന്ന ആളുകളിലൊന്നും പോകാൻ ഞാൻ തൽക്കാലം താല്പര്യപ്പെടുന്നില്ല. കാരണം ഇതിനെല്ലാം ഒരു അഴിച്ചുപണി. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇത് ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് ഭാരതത്തിൽ, ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ അങ്ങനെ
ഗവൺമെൻറ്റിൻ്റെ മോണിറ്ററിങ്ങിൽ ഒരു സംവിധാനം വന്നാൽ മാത്രമേ ഇതിന് മാറ്റം ഉണ്ടാവൂ. വ്യക്തികളെ എന്തിനാണ് ഏൽപ്പിക്കുന്നത്? തീർച്ചയായിട്ടും സിനിമയിൽ മാത്രമല്ല സ്ത്രീകൾ ഇതേപോലെ ക്രൂശിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ പിന്നെ സമൂഹത്തിന് മുമ്പിൽ അപമാനിക്കപ്പെടുന്നത്, മറ്റ് എല്ലാ പിന്നെ വിഷയങ്ങളിലും സ്ത്രീകൾക്ക് ഇങ്ങനെ അപമാനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ സ്ത്രീ ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് വരികയും നോ പറയേണ്ട അടുത്ത് നോ പറയുകയും ചെയ്യുന്നിടത്ത് ഈ വിഷയങ്ങൾ തീരണം എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. എന്തായാലും സോണിയ മൽഹാർ മാത്രമല്ല, ഇപ്പം കുറേയധികം കുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ. മലയാള സിനിമയുടെ ഒരു നവോത്ഥാനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും വളരെ സന്തോഷം. മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധമായ സപ്പോർട്ടുകളും. മലനാട് ടി.വിക്കും ഒരുപാട് സന്തോഷം. കാരണം അഗതികളും ആശ്രയമില്ലാത്തവരുമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അഹോരാത്രം പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും അഭിമാനത്തോടെ മലനാട് ടി.വിക്ക് വേണ്ടിയിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചതിലും എനിക്ക് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. താങ്ക് യു. You are watching India's first NGO television, Malanad TV India.